വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ 34ാമത് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ആരംഭിച്ചത്. 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇന്ന് നമ്മൾ 3ാമത് വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് പോലെ തന്നെ അതിൻ്റെ നേരെ വിപരീതമാണ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ. പ്രീപെയ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് ആ വാക്ക്. കാരണം നമ്മൾ പ്രീപെയ്ഡ് കണക്ഷൻ എടുക്കാറുണ്ട് പലതിനും. അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അത് പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഉണ്ട്. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂർ തന്നെ പൈസ അടച്ച് നമ്മൾ ഉപയോഗിക്കുക. മറ്റേ പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ബില്ല് വന്നതിന് ശേഷമാണ് പൈസ അടയ്ക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളിൽ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 വർഷത്തെ മുൻകൂർ അടയ്ക്കുക ചെയ്യുക, അല്ലാതെ ഉപയോഗത്തിന് ശേഷം അങ്ങനെയല്ല. ഇൻഷുറൻസ് പ്രീമിയം എല്ലാം തന്നെ, എല്ലാ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഉൾപ്പെടെ എല്ലാ ഇൻഷുറൻസ് പ്രീമിയവും നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടാണ് അടയ്ക്കുക. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ഈ കണക്കിൽ വരുന്നത് നമുക്ക് ഇൻഷുറൻസിന് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ പ്രീപെയ്ഡ് എന്ന് പറയാൻ മുൻകൂർ അടയ്ക്കുക. ഇതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നാൽ, ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹500 എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയൽ ബാലൻസിനകത്ത് ഇൻഷുറൻസ് പറയുന്നുണ്ട് 1000 രൂപ. എന്നിട്ട് നമ്മളോട് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണ് ട്രയൽ ബാലൻസിന് വെളിയിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 500 രൂപ എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ തൻവർഷം കൊടുത്തതിൽ 500 രൂപ മുൻകൂർ കൊടുത്തതാണ്, അടുത്ത വർഷത്തെ ഇപ്പോഴേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ നമ്മൾ ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം എന്താ, നമ്മളൊരു ഔട്ട്സ്റ്റാൻഡിങ് പഠിച്ചപ്പോൾ പറഞ്ഞു ഈ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് ആണെങ്കിൽ അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണം യഥാർത്ഥ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെയാണ് മുൻകൂർ കൊടുത്തിട്ടുള്ളത് ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തരുത്, അത് മാറ്റണം. മാറ്റാൻ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ P&L അക്കൗണ്ടിൽ വരുന്ന, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ്. അത് നമ്മളിവിടെ ഇൻഷുറൻസ് എന്ന് എഴുതി 1000 രൂപ ഇതിന് ശേഷം ലെസ് പ്രീപെയ്ഡ് 500 എന്ന് എഴുതി. ഇവിടെ നമ്മൾ കുറച്ച് 500 രൂപ, ഈ വർഷത്തെ 500 രൂപ മാത്രം ഇവിടെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കും, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആ തുക മാത്രം, അതായത് പ്രീപെയ്ഡ് ആയിട്ടുള്ള തുക മാത്രം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന തുക മാത്രം ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും കാണിക്കും. അപ്പം ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസിൽ നിന്ന് 500 രൂപ കുറയ്ക്കും. അതിനോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റായിട്ട് കാണിക്കും. അസറ്റായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ കൊടുത്തതാണ്. അപ്പം നമുക്കൊരു ബാധ്യതയല്ല അത്. അതുകൊണ്ട് നേരത്തെ കൊടുത്ത അവിടെ ഉണ്ട് ആ തുക, അതുകൊണ്ടാണ് അസറ്റായിട്ട് കാണിക്കുന്നത്. ഇതിന് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റത്ത് എക്സ്പെൻസ് അക്കൗണ്ട്. ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റത്ത് ഇൻഷുറൻസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് റെന്റ് ആണ് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് അറ്റത്ത് റെന്റ് അക്കൗണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അപ്പോൾ അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കൊണ്ട് വരും. ഇനി അടുത്തത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അല്ലെങ്കിൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അങ്ങനെയും പറയാം. ഇപ്പം 3 പേരുകളുണ്ട്: അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അല്ലെങ്കിൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരവ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾക്ക് നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇൻട്രസ്റ്റ്. ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് പലിശ നമുക്ക് കിട്ടും. അത് ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഒക്കെ ബാങ്കുകാരും പണം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ അത് ഒരു ബാങ്കുകാരും നമ്മളെ വിളിച്ച് നിങ്ങളുടെ പണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിന് പലിശ ആയിട്ടുണ്ട്, വാങ്ങിക്കൊണ്ട് പോകണമെന്ന് ആരും പറയാറില്ല. അത് യഥാസമയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് മെസ്സേജും വരും, അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണത്? അത് ഇൻകം ഏൺ
അപ്പോൾ അങ്ങനെ വരുന്ന സംഭവങ്ങളെ നമ്മൾ അതും കൂടെ കണക്കിലെടുക്കണം ഈ വർഷത്തെ യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടം അറിയാൻ. ഇപ്പൊ ഇൻട്രസ്റ്റ് തന്നെ നമുക്കറിയാം, അക്രൂഡ് ഇൻകം എന്നാണ് ഇതിനെ പറയുക, അക്രൂഡ് ഇൻകം. ഇപ്പൊ ഇൻട്രസ്റ്റ് ട്രയൽ ബാലൻസിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1000 രൂപ. അപ്പൊ നമ്മൾ എടുക്കും ബൈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1000. അതിനോടുകൂടി അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു 500 രൂപ അക്രൂഡ് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 500 രൂപയുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അല്ലെ അക്രൂഡ് ഇൻട്രസ്റ്റ്. അപ്പൊ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് 500 രൂപ. അപ്പൊ 1500. അപ്പം 500 രൂപ നമുക്ക് കിട്ടാനുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതും ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 500 അസറ്റ് സൈഡിൽ വരും. അപ്പൊ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയിട്ട് ഏത് ഇൻകം ആണോ ആ ഇൻകം ആയിട്ട് എഴുതും. അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഇപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇനി നമുക്ക് വേറൊരു ഐറ്റം ആണ് കിട്ടാനുള്ളത്, ആ ഐറ്റത്തിന്റെ പേര് അവിടെ വരും ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഏതാണോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം അക്കൗണ്ട് അതാണ് അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അത് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാധാരണ പി ആൻഡ് എൽ അക്കൗണ്ട് വരുന്ന ഒരു ഐറ്റത്തിനായിരിക്കും. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഏത് ഐറ്റം, ഇപ്പൊ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ, ഇൻട്രസ്റ്റ് ആവുകൊണ്ട് ഇൻട്രസ്റ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് ബാലൻസ് ഷീറ്റ് കിട്ടാനുള്ളതായിട്ട് കാണിച്ചു, അസറ്റ് സൈഡിലും കാണിച്ചു. ഇനി നമുക്ക് ഇപ്പൊ 4 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു. 5ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നേരെ തിരിച്ച് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്. അപ്പൊ നമ്മൾ പഠിച്ച ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇനി ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സമയത്തിന് മുമ്പേ നമ്മൾ മേടിച്ചു വെച്ചിരിക്കുക. ഒരു ഉദാഹരണം, നമുക്ക് റെന്റ് കിട്ടാനുണ്ട്, നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പലിശ, അതിന്റെ റെന്റ് നമുക്ക് ഒരു വർഷത്തെ ഓരോ മാസം വാടക വാങ്ങുന്ന ഇടപാടിലാണെങ്കിൽ നമുക്ക് ആ വാടക എടുത്തിരിക്കുന്നയാൾ ഒരു വർഷത്തെ മുൻകൂർ നമുക്ക് അടച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, നമുക്ക് ഏൺ ചെയ്യേണ്ട ആ ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ നമ്മുടെ കയ്യിലോട്ട് ആ പണം വന്നിരിക്കുന്നു. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട സമയത്തല്ലാതെ നമ്മൾ നേരത്തെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള പണം വാങ്ങി വെച്ചാൽ അത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതുപോലെ തന്നെ അത് തൻവർഷത്തെ കണക്കിൽ പെടുത്തേണ്ടതുമല്ല. ഇപ്പോൾ അടുത്ത വർഷത്തെ നമുക്ക് കിട്ടാനുള്ള തുക ഈ വർഷം തന്നെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുക. അത് യഥാർത്ഥത്തിൽ ഈ വർഷത്തെ കണക്കിൽ വരേണ്ടതല്ല. നമ്മൾ പ്രീപെയ്ഡിന്റെ കാര്യം പറഞ്ഞ മാതിരി അത് പ്രീപെയ്ഡ് ആയിരുന്നു, ഒരു എക്സ്പെൻസ് നേരത്തെ കൊടുത്തു. ഇത് അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു ഇൻകം നേരത്തെ നമുക്ക് വാങ്ങി വെച്ചിരിക്കുക. അപ്പൊ ഈ വർഷത്തെ കണക്കിൽ നിന്ന് അത് ലെസ് ചെയ്യാം. കൂടാതെ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്ന ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്, നേരത്തെ നമ്മൾ വാങ്ങി വെച്ചു അഡ്വാൻസ് ആയിട്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ആ കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് നമ്മളത് കുറയ്ക്കണം. അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ നമ്മളതൊരു ലയബിലിറ്റി ആയിട്ട് എഴുതുകയും ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് റെന്റ് തന്നെ നമുക്ക് പറയാം. റെന്റ് 5000 രൂപ അല്ലെ 10000 രൂപ എന്നിരിക്കട്ടെ. 10000 രൂപ നമുക്ക് വാടക കിട്ടിയിരിക്കുക. യഥാർത്ഥത്തിൽ 5000 രൂപ ഈ വർഷത്തേ ഉള്ളൂ, 5000 രൂപ അടുത്ത വർഷത്തെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നും പറഞ്ഞ് നമ്മൾ കൂടുതൽ വാങ്ങിയ തുക കുറച്ച് കാണിക്കും. എന്നിട്ട് ഈ വർഷത്തെ തുക മാത്രമേ ഇവിടെ കാണിക്കാവുള്ളൂ. കൂടാതെ ലയബിലിറ്റി സൈഡിൽ
റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് കൂടുതൽ വാങ്ങിയ തുക ബാധ്യതയായിട്ട് കാണിക്കും. അപ്പൊ ഇൻകം, ഏതൊരു ഇൻകവും നമ്മൾ മുൻകൂർ നേരത്തെ വാങ്ങി വെച്ചാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകത്തിൽ നിന്ന്, കൺസേൺ ഇൻകത്തിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണല്ലോ ഇൻകം വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ആ ഇൻകത്തിൽ നിന്ന് കൂടുതൽ വാങ്ങിയ തുക, അടുത്ത വർഷത്തെ മുൻകൂർ വാങ്ങിയ തുക കുറയ്ക്കുകയും കൂടാതെ ബാലൻസ് ഷീറ്റിൽ മുൻകൂർ വാങ്ങിയ തുക ബാധ്യതയായിട്ട് കാണിക്കുകയും ചെയ്യണം. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം, നമ്മൾ അത് ഒരു പ്രത്യേക ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ്, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വിലയിടിവ്, അതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ, ഒബ്സലസൻസ്, എഫ്ലക്ഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ തേയ്മാനം കൊണ്ടോ നിരന്തരമായ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മാർക്കറ്റിൽ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ടോ ഒരു ഫിക്സഡ് അസറ്റിനുണ്ടാകുന്ന വിലയിടിവ്, ഇതൊരു ബിസിനസ് എക്സ്പെൻസ് ആണെന്ന് നമ്മളന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇത് അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സഡ് അസറ്റിന് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ ഫർണിച്ചർ 5%, ബിൽഡിംഗ് 10%, മെഷീനറി 10% അല്ലെ 15% എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ആ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ എത്ര ശതമാനമാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിന് 5% ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഫർണിച്ചർ 10,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് 5% അല്ലെങ്കിൽ 10% ഡിപ്രീസിയേഷൻ കണക്കാക്കണം. അപ്പം 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1000 രൂപ. ഈ 1000 രൂപ ഇവിടെ നമ്മൾ എഴുതും ടു ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞ 1000 രൂപ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ ആ പേരിൽ എഴുതും. ഡിപ്രീസിയേഷൻ ചിലപ്പോൾ 2-3 ഐറ്റത്തിന് കാണും. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ എഴുതും. എന്നിട്ട് ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫർണിച്ചർ എന്നും പറഞ്ഞ് എഴുതി 10,000 രൂപ, അതിന് ലെസ് ഡിപ്രീസിയേഷൻ എത്രയാണ് ഇവിടെ കണ്ട 1000 രൂപ കുറയും. പോയിട്ട് 9,000 റുപ്പീസ് നമ്മളിവിടെ ബുക്ക് വാല്യൂ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബുക്ക് വാല്യൂ ആയിട്ട് ഇവിടെ എഴുതത്തുള്ളൂ വർഷാവസാനം. അപ്പം ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതിനെല്ലാം ഡിപ്രീസിയേഷൻ ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് അതാത് അസറ്റിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് കാണിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഡബിൾ എൻട്രിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെടുത്ത് പറയാൻ കാരണം സഹകരണ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയല്ല ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അതിനകത്ത് പറയാം. അപ്പോൾ ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ ഇങ്ങനെ കാണും. ഇനി ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് റീവാല്യൂഡ് മെത്തേഡാണ് നമ്മളോട് പറഞ്ഞിരിക്കും. ലൂസ് ടൂൾസ് ഉദാഹരണം പറയാം. ലൂസ് ടൂൾസ് റീവാല്യൂഡ് ₹10,000 അങ്ങനെ ആയിരിക്കും തരിക. ഇപ്പോൾ പെർസെൻറ്റേജ് തരത്തില്ല. അപ്പോൾ ലൂസ് ടൂൾസിന് ട്രയൽ ബാലൻസിനകത്ത് 12,000 രൂപയുണ്ട്. വർഷാവസാനം പറയുകയാണ് ഇയർ എൻഡ് ആയപ്പോൾ അത് 10,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ 12,000 10,000 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 2,000 രൂപ കുറഞ്ഞു. ആ 2,000 രൂപ ഡിഫറൻസ്, ആ 2,000 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതണം. ഡിപ്രീസിയേഷൻ ഓൺ ലൂസ് ടൂൾസ്. ഇവിടെ നമ്മൾ ആക്ച്വലായിട്ടുള്ള ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ 12,000 കാണിക്കണം. അതിൽ നിന്ന് 2,000 കുറച്ചിട്ട് 10,000, അതായത് റീവാല്യൂഡ് എമൗണ്ട് മാത്രമേ ബുക്ക് വാല്യൂ ആയിട്ട് കാണിക്കാവൂ. അപ്പം അങ്ങനെയും പറയാം. ഇപ്പം ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള. ഇനി എൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, അപ്രീസിയേഷൻ എന്ന് പറയും. വില കൂടുന്നത്. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട് എന്നാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ അപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യണം. ബൈ അപ്രീസിയേഷൻ. ഇപ്പം ലാൻഡിന് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡിന് എത്രയാണോ കൂടിയ ആ കൂടിയ തുക ഇവിടെ എഴുതുക പെർസെൻറ്റേജ് കണക്കാക്കി. എന്നിട്ട് അസറ്റിൽ
അതിനോടുകൂടി ഇവിടെ കുറയ്ക്കുന്നു, ഡിപ്രീസിയേഷൻ കുറയ്ക്കും, മറ്റേത് ആഡ് ചെയ്യും. ആഡ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇനിയും പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ആകെപ്പാടെ 7 എണ്ണമാണ് പഠിച്ചത്. ഇനി ഏതാണ്ട് ഇത്ര 7 എണ്ണം കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട്